ഇലോൺ മസ്കിന്റെ ടെസ്ല ഭാരതത്തിലേക്ക്. മസ്ക് മോദി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ടെസ്ല ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. ലിങ്ക്ഡിൻ പേജിലൂടെ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു. 13 തസ്തികകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ടെസ്ല തിരയുന്നത്. ഭാരതത്തിന്റെ ഇലക്ട്രിക് ഗതാഗതം ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ടെസ്ലയുടെ രംഗപ്രവേശം. അമേരിക്കൻ സന്ദർശനവേളയിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ടെസ്ല സിഇഒ ഇലോൺ മസ്കുമായും ചർച്ചകൾ നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ടെസ്ല അതിവേഗം ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. സാങ്കേതിക വിദഗ്ധരും ടെക്നീഷ്യന്മാരും മറ്റു മാനേജ്മെന്റ് വിദഗ്ധരും ഉൾപ്പെടുന്ന തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ട് ലിങ്ക്ഡിൻ പേജിൽ ടെസ്ല പരസ്യം നൽകിക്കഴിഞ്ഞു. മുംബൈ, ഡൽഹി എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടം വിപണിയിലേക്ക് ടെസ്ല പ്രവേശിക്കുക. പ്രീമിയം ഇലക്ട്രിക് കാറുകളുടെ കസ്റ്റംസ് തീരുവയിൽ ഭാരതം ഗണ്യമായ കുറവ് ഈ അടുത്ത കാലത്ത് വരുത്തിയിരുന്നു. 35 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള കാറുകളുടെ തീരുവ 110 നിന്നും 70% ചുരുക്കി. മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപണി ശക്തമാക്കുന്നതിന് നിരവധി പ്രഖ്യാപനങ്ങളും ഇക്കഴിഞ്ഞ ബജറ്റിൽ നടന്നിരുന്നു. ബാറ്ററി റീപ്ലേസ്മെന്റ് നെറ്റ്വർക്ക് ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനുള്ള നയപരമായ തീരുമാനങ്ങൾ ഭാരതം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തടസ്സമില്ലാതെ നിമിഷനേരം കൊണ്ട് റീചാർജിംഗ് സാധ്യമാക്കി ദീർഘദൂര യാത്രയ്ക്ക് അവസരമൊരുക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഭാരതം കൈക്കൊള്ളുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പശ്ചാത്തല അനുകൂല ഘടകങ്ങളും യാഥാർത്ഥ്യമായതാണ് ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് ഉടൻ പ്രവേശിക്കാൻ കാരണം. ക്ഷണവേഗത്തിൽ കാര്യങ്ങൾ സാധ്യമാക്കുന്ന മോദി മാജിക്കാണ് ടെസ്ലയുടെ ഇന്ത്യൻ വിപണി പ്രവേശനത്തിന് പിന്നിലും. നാഷണൽ ഡെസ്ക്, ജനം.